ഹയാളൻ സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ക്ഷാമ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയാണ്. അങ്ങനെ നമ്മുടെ സുകുമാര മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് ആറ്റുവാശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യശോദ മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ട്, അല്ല അമ്മേ, അമ്മ അറിഞ്ഞോ ഇതുവരെ അമ്മ അധിക്ഷേപിച്ചിരുന്ന ആ പെൺകുട്ടി ആരായിരുന്നു എന്ന് എന്നൊക്കെ ഇങ്ങനെ അവരോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ സുകുമാര മുത്തശ്ശി അറിയുന്നുണ്ട്, അപ്പോൾ രാധിക ഈ ലോകം അറിയുന്ന വലിയൊരു പാട്ടുകാരിയുടെ മകളാണ് എന്ന് അറിഞ്ഞതിൻ്റെ അഹങ്കാരമായിരിക്കുമല്ലേ രണ്ടുപേർക്കും. പക്ഷേ ആ അഹങ്കാരം ഞങ്ങളോട് രണ്ടാളോടും കാണിക്കണ്ട, ഞങ്ങളെ ഈ വീട്ടിൽ തന്നെ താമസിക്കൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, അതിന് ഞങ്ങളെ ഇവിടെ തന്നെ താമസിക്കും, അതിനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട് എന്നൊക്കെ പ്രിയങ്കയും പറയണം. പക്ഷേ ആ ഒരു വാക്ക് ദേവൻ അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, നിനക്ക് അവകാശം ഉണ്ടെന്ന് പറയണമെങ്കിൽ ആ അവകാശം ഞാൻ തരണ്ടേ, അത് ഞാൻ തരുന്നില്ലെങ്കിലോ എന്ന് അവളോട് തിരിച്ചങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ സുകുമാര മുത്തശ്ശി അറിയുന്നുണ്ട്, അതിനെ അവൾക്കുള്ള അവകാശം ഞാൻ കൊടുത്താലും പോരെ, നീ കൊടുത്തിട്ടില്ലെങ്കിൽ അവൾക്ക് അതിനുള്ള അവകാശം ഞാൻ കൊടുക്കും, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ താമസിക്കും. എന്നിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശം പോലീസിനെ വിളിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നീ വിളിച്ചോടെ തന്നെ ധൈര്യമായിട്ട് വിളിച്ചോ, ഞങ്ങൾ ഈ വീടിൻ്റെ മുക്കിലോ മൂലയിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നിൽക്കും. എന്നിട്ട് ഇവിടെ നിന്ന് ഞങ്ങളെ കേസിന് പോയത് എന്തിൻ്റെ പേരിലാണെന്ന് നന്നായിട്ട് അറിയില്ലേ, ലഹരിയുടെ. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് എവിടെന്നെങ്കിലും ഒരു ലഹരി എന്തെങ്കിലും ഒന്ന് പോലീസുകാർ പിടിക്കും. അങ്ങനെ പിടിക്കപ്പെട്ടാൽ ദേവന് ഈ നാട്ടുകാരെല്ലാവരും ബഹുമാനിക്കുന്ന ദേവനാണ്. ആ ദേവൻ ആളുകളൊക്കെ പുച്ഛത്തോടെ കാണുള്ളൂ. ലഹരി മരുന്നിൽ കേസ് പിടിച്ച ഒരാൾ എന്നൊക്കെ ആളുകൾ കാണുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ദേവനോട് അങ്ങ് ഭീഷണിപ്പെടുത്തുകയാണ്. എന്നിട്ട് ഇവർ പറയുന്നുണ്ട്, എന്തായാലും പിന്നെ ദേവന് ജയിലിൽ സുഖമായിട്ടങ്ങ് ജീവിക്കുക, ഞങ്ങളിതുവരെ ഒരു കേസിൽ ഒരു ബന്ധമില്ലാത്ത ഈ കേസിൽ ജയിലിൽ കിടന്നില്ലേ, അതുപോലെ തന്നെ ദേവനും ഒരു ബന്ധമില്ലാത്തൊരു കേസിൽ ജയിലിൽ കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഭീഷണിയൊക്കെ മുഴക്കിയിട്ട് ഈ പ്രിയങ്കയും സുകുമാര മുത്തശ്ശിയും കൂടി വീടിനകത്തേക്ക് അങ്ങ് കയറി പോവാണ്. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം യശോദ പറയുന്നുണ്ട്, ഈ എന്താണ് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പറ്റിയത്, എന്താണ് അമ്മയുടെ സ്വഭാവം ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ദേവനോട് ചോദിക്കുന്നുണ്ട്. അപ്പം ആ സമയത്താണ് ദേവൻ്റെ ഫോൺ അങ്ങ് ബെല്ലടിക്കുന്നത്. അപ്പം യശോദ പറയുന്നത്, ഫോണ് ബെല്ലടിക്കുന്നുണ്ട്, ഞാൻ എടുത്ത് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ട് യശോദ ഫോൺ എടുത്തിട്ട് ദേവന് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ രാധികയായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ രാധിക മോളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ്. അപ്പോൾ രാധിക ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ, ഈ മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് അങ്ങോട്ട് വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അതേ വന്ന്, അതെങ്ങനെ നിനക്ക് മനസ്സിലായത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, അവർ വന്നപ്പോഴേ വലിയ കോടീശ്വരന്മാരായി എന്നൊക്കെയാണ് പറഞ്ഞിട്ട് അങ്ങ് വന്നത്, പിന്നെ കയ്യിലാണെങ്കിൽ ഒരു ചെക്കും ഉണ്ട്, എവിടെ നിന്ന് കിട്ടിയതാണോ ആവോ എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയുന്നുണ്ട്. അപ്പം രാധിക പറയുന്നുണ്ട്, അച്ഛാ ആ ചെക്ക് കൊടുത്തത് അമ്മയാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ദേവൻ അങ്ങ് ഞെട്ടുന്നുണ്ട്, അല്ല ഈ ചെക്ക് എന്തിനാ അമ്മ കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഒരു വ്യക്തത ഇല്ലാതെ ഇങ്ങനെ അവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കണം. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, അമ്മ വരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രിയങ്കയോട് എന്നേക്കുമായിട്ട് പോകാൻ പറഞ്ഞിട്ട് കൊടുത്ത പണമാണത് എന്നൊക്കെ ഇങ്ങനെ പറയണം. ആ 25 കോടി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പ്രിയങ്ക പോകണം എന്ന് പറഞ്ഞിട്ട് അമ്മ കൊടുത്തിരുന്ന പണമായിരുന്നു അത് എന്നൊക്കെ ഇങ്ങനെ അറിയുമ്പോൾ ദേവൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. നിനക്കെന്താ വട്ടായ മോളെ, കാരണം നീയും വരുണും കൂടി ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ ഇതിൻ്റെ ഒരു വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവൾക്ക് പണം കൊടുക്കേണ്ടേ, എന്തായാലും ഞാൻ നിനക്ക് തിരിച്ച് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് നേരെ ഇവരെ അങ്ങ് വിളിക്കുകയാണ്. അമ്മ ഒന്നും ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ സുകുമാരി മുത്തശ്ശി എന്താടാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ അവൻ്റെ അടുത്തേക്ക് അങ്ങ് വരികയാണ്. അപ്പോൾ ദേവൻ ചോദിക്കുന്നുണ്ട്, അല്ല ഈ 25 കോടി തന്നത് ഈ ശ്യാമമേടാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ ശ്യാമമേടം തന്നെയാണ്, പക്ഷേ ഞങ്ങൾക്ക് പണം തരാം എന്ന് പറഞ്ഞത് കണിമംഗലത്തുകാരായിരുന്നു, അതും വരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രിയങ്കയോട് പോകാൻ പറഞ്ഞിട്ട്. പക്ഷേ പണം തരാനുള്ള സമയത്താണ് അറിഞ്ഞത് ഈ കണിമംഗലം ഗ്രൂപ്പ് പൊട്ടി പാളീസായി എന്ന്. ആ സമയത്താണ് ഈ ശ്യാമ വന്നിട്ട് ഞങ്ങൾക്ക് പണം തന്നത്, പക്ഷേ ഞങ്ങൾ അവരോട് ചോദിച്ചതൊന്നുമല്ല, അവർ ഞങ്ങളോട് ഇങ്ങോട്ട് വന്നിട്ട് പണം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നതാണ്, അല്ലാതെ ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് പണം വേണം എന്ന് പറഞ്ഞതൊന്നും അല്ല എന്നൊക്കെ ദേവനോട് പറയാണ്. എന്നിട്ട് ഇവരുടെ ആ ഒരു സംസാരം കാണുമ്പോൾ ദേവന് ദേഷ്യം വരുന്നുണ്ട്. നമുക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത്, ഇത്രയും പണത്തോട് ആർത്തിയും ഒക്കെ എങ്ങനെയാണ് ഈ ഒരു പ്രായത്തിൽ നിങ്ങൾക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവർ ഇങ്ങനെ മുത്തശ്ശിനോട് അങ്ങ് ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ഈ സുകുമാര മുത്തശ്ശി പറയുന്നുണ്ട്, അതേ എനിക്ക് വേണ്ടിയിട്ടുള്ള ആർത്തിയൊന്നുമല്ല, എനിക്ക് വലിയ കോടീശ്വരിയായി ജീവിക്കാനൊന്നുമല്ല, എൻ്റെ പ്രിയങ്ക മോൾക്കുള്ളതാണ്, അവളിങ്ങനെ വലിയ കോടീശ്വരിയായിട്ട് തന്നെ ജീവിക്കണം, ആ ഒരു കാഴ്ച എനിക്ക് കണ്ണിറയെ കാണണം, എന്നിട്ട് ഞങ്ങൾ ഈ ഒരു പ്രായത്തിൽ ഞങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പോവാണ് ഈ പണം കൊണ്ട് എന്നൊക്കെ ഇവർ രണ്ടുപേരും എന്തായാലും ദേവനോട് പറയുന്നുണ്ട്. പ്രിയങ്കയും പിന്നെ സുകുമാര മുത്തശ്ശിയുടെ തൊട്ട് പിറകിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇവരോട് രണ്ടാളോടും കൂടി പറയുന്നുണ്ട്, ഇത്രയും ക്രൂരതകളും എന്ത് ചെയ്യാനും മടിക്കാത്ത നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിലുണ്ടെങ്കിൽ സമാധാനമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല, അതൊരു രണ്ടുപേര് ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം എന്നൊക്കെ ഇങ്ങനെ ദേവൻ അവരോട് വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയണം. പക്ഷേ ഇവരങ്ങ് ഇറങ്ങുന്നില്ല. സുകുമാര മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യടാ അങ്ങനെ ഭീഷണിയിൽ വഴങ്ങിയിട്ടൊന്നും ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് പോകുന്നില്ല എന്നൊക്കെ അവരും അങ്ങ് തീർത്ത് പറയണം. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, ഞങ്ങളൊരു ഭീഷണിയുടെ പുറത്ത് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങണില്ല, പക്ഷേ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്, ഞങ്ങൾക്ക് വലിയൊരു ഫ്ലാറ്റ്
ഫ്ലാറ്റ് വാങ്ങിക്കണം. ആ ഫ്ലാറ്റിൽ ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കാൻ പോവാണ്. എന്തായാലും ഈ ഒരു പഴക്കം ചെന്ന ഈ വീട്ടിലൊന്നും എന്തായാലും ഞങ്ങൾക്ക് ജീവിക്കാൻ പോകുന്നില്ല. ഞങ്ങളൊരു പുതിയൊരു ഫ്ലാറ്റൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് അങ്ങ് സുഖിക്കാൻ പോവാണ് എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ സുകുമാരി മുത്തശ്ശി അവരുടെ ആ ഒരു ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ആ പണം കൊണ്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഇവരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്നുണ്ട് വലിയൊരു വീട് വേണം ഞങ്ങൾക്ക്. ആ വീടിൻ്റെ മുറ്റത്ത് ഒരു 5-6 കാർ അങ്ങ് നിർത്തിയിട്ടിരിക്കണം. പിന്നെ ജോലിക്കാരൊക്കെ ഞങ്ങളെ സഹായിക്കാൻ ഒരുപാട് ജോലിക്കാർ, അങ്ങനെ ഞങ്ങളങ്ങ് സുഖമായിട്ട് അങ്ങ് ജീവിക്കാൻ പോകുകയാണ്. അതിൻ്റെ തലപ്പത്ത് ഞാനിങ്ങനെ രാജാത്തിയെ പോലെ ഞാനിങ്ങനെ ഇരിക്കും എന്നൊക്കെ ഇങ്ങനെ ഈ സുകുമാരി മുത്തശ്ശി ദേവനോട് പറഞ്ഞിട്ട് അങ്ങ് നീ വാടി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയങ്കനെയും കൊണ്ട് ആ വീടിനകത്തേക്ക് അങ്ങ് കയറി പോകണം. അപ്പോൾ ദേവനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. ഇവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ആ ഒരു പണം കണ്ട് കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയോ വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്നൊക്കെ ഇങ്ങനെ ഈ ദേവന് ഒരു ആശങ്കയുണ്ട്. അപ്പോൾ ഈ യശോദ പറയുന്നുണ്ട് ഈ അമ്മയുടെ സ്വഭാവം എന്താ ഇങ്ങനെ ആയി പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ദേവൻ പറയുന്നുണ്ട് എന്തായാലും അവരുടെ സ്വഭാവം അത്ര പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല. ഇനി അവർക്കൊരു തിരിച്ചടി കിട്ടുന്നത് വരെ എന്തായാലും അവരിങ്ങനെ തന്നെ ആയിരിക്കും. എന്തെങ്കിലും ഒരു തിരിച്ചടി ഇതിനു വേണ്ടി തിരിച്ച് കിട്ടിയാലേ അവരുടെ ആ ഒരു സ്വഭാവം മാറത്തുള്ളൂ എന്നൊക്കെ ദേവനും യശോദനോടും അങ്ങ് തിരിച്ച് പറയാണ്. പിന്നെ കണിമംഗലത്ത് നമ്മുടെ വരുണിനെ അച്ഛനിങ്ങനെ റൂമിലിരുന്നിട്ട് വിളിപ്പിക്കുകയാണ്. ഈ കമ്പനിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് വരുണിനെ അങ്ങ് വിളിക്കുകയാണ്. അവൻ വരുണിനോട് പറയുന്നുണ്ട്, വരുണ് നീ കമ്പനിയിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? 25 കോടി എന്ന് പറയുന്നത് നമുക്കൊരു നിസ്സാരമായിരുന്നു. പക്ഷേ ഇന്നത് അങ്ങനെ അല്ലായിരുന്നു. നമ്മുടെ പ്രശ്നം എന്തായാലും ഈ ശ്യാമ ഇടപെട്ടുകൊണ്ട് പരിഹരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ കമ്പനി വലിയൊരു നഷ്ടത്തിലേക്കാണ് ചാടാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് വരുണിനോട് അച്ഛന് സംസാരിക്കുന്നത്. അപ്പം വരുണ് പറയുന്നുണ്ട് എനിക്കറിയാം, ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്, എന്തൊക്കെയാണ് താളപ്പിഴവുകളൊക്കെ സംഭവിച്ചത് എന്നൊക്കെ വ്യക്തമായിട്ട് നോക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ആ താളപ്പിഴവുകളൊക്കെ നോക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ കമ്പനി എന്തായാലും അതം പതിച്ചു പോകും. അതുകൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കണം. ഇനിയും കാത്തിരുന്നിട്ട് കാര്യമില്ല. ഇനിയും കാത്തിരുന്നാൽ ആ കമ്പനി തന്നെ തകർന്നു പോകും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഉപദേശങ്ങളൊക്കെ അച്ഛൻ അവന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയണ്ടേ ഇനി നമ്മൾ കമ്പനിയെക്കുറിച്ച് അതിനെ ഉയർത്തി പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വേറൊരാൾ നമ്മൾ ചർച്ചയിൽ ഇടപെടാൻ നീ സമ്മതിക്കരുത്. ഞാനും നീയും സൂര്യയും നമ്മൾ 3 പേരുമായിരിക്കും ഈ ഒരു പ്രശ്നത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ സൂര്യനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, സൂര്യ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരും എന്നൊക്കെ അവന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയണേ. അപ്പോൾ വരും പറയുന്നുണ്ട് ഇല്ല ഞാൻ ആരോടും പറയില്ല, നമുക്ക് രഹസ്യമായിട്ട് തന്നെ ഈ ഡിസ്കഷൻ കൊണ്ടുപോകാം എന്നൊക്കെ ഈ വരുണ് സമ്മതിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നീ ഏറ്റവും നല്ല വിശ്വസിക്കുന്ന ഒരാൾ, നീ ഏറ്റവും കണ്ണടച്ച് വിശ്വസിക്കുന്നവരാണെങ്കിൽ നീ ഈ കാര്യങ്ങളൊന്നും അവരോടൊന്നും ഈ കമ്പനിയെക്കുറിച്ചൊന്നും ഷെയർ ചെയ്യരുത് എന്നൊക്കെ അവനോട് പറയണേ. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട് അച്ഛൻ ആരെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ അച്ഛൻ പറയുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ആ പുതിയ മാനേജർ ബെഞ്ചമിനെയാണ്. അവൻ എനിക്ക് അത്ര വിശ്വാസം പോരാ, എനിക്ക് അവൻ്റെ ആ ഒരു ഇടപെടൽ കണ്ടിട്ട് എനിക്ക് അത്ര വിശ്വാസം വന്നിട്ടില്ല അവനെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വരും പറയുന്നുണ്ട് അച്ഛാ ബെഞ്ചമിൻ എന്ന് പറയുന്ന ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് അവൻ നല്ല കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ അച്ഛൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഇതാണ് നിൻ്റെ കുഴപ്പം, നീ ആരെങ്കിലും കണ്ണടച്ചങ്ങ് വിശ്വസിക്കും. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് ബിസിനസ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത്രയും കാലത്തെ ഒരു അനുഭവം വെച്ചിട്ട് നീ അങ്ങനെ ഒരാളെ കണ്ണടച്ച് വിശ്വസിക്കരുത്, നീ അവനെ ഒട്ടും വിശ്വസിക്കരുത്, നീ എല്ലാ കാര്യത്തിലും അവനെ ഇങ്ങനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കരുത് എന്നൊക്കെ ഇങ്ങനെ വരുണിനോട് അങ്ങ് ദേഷ്യപ്പെട്ട് അങ്ങ് അച്ഛൻ സംസാരിക്കുകയാണ്. അപ്പോൾ അവനോട് പറയണ്ടേ എനിക്കത്ര അവനെ വിശ്വാസം വന്നിട്ടില്ല. നീ ഏതെങ്കിലും വലിയൊരു സംരംഭം വലിയൊരു കമ്പനി എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തു നോക്ക്, അതിലൊക്കെ തകർന്നടിയാൻ കാരണം ഒരാളായിരിക്കും. അവരെ കണ്ണടച്ച് വിശ്വസിച്ചത് കൊണ്ടായിരിക്കും അങ്ങനെ ആ വലിയ സംരംഭം തന്നെ അടിയാൻ പോകത്ത്. അതൊക്കെ നീ കഴിഞ്ഞ ഓരോ ആളുകളുടെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുക, അതിലൊക്കെ ഉണ്ടാകും ഇങ്ങനെ ഒരു സംഭവം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അവനെ ഒട്ടും വിശ്വാസം വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യത്തിൽ അവനെ ഇടപെടാൻ നീ സമ്മതിക്കരുത്, അവനോട് ഒരു കാര്യം ഷെയർ ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ ബെഞ്ചമിനെ പറ്റി വരുണിനോട് ഒരു വാണിംഗ് അങ്ങ് കൊടുക്കണം. അപ്പോൾ വരുണ് പറയുന്നുണ്ട് ഇല്ല അച്ഛാ ഇനി ഞാൻ ചെയ്യില്ല, ഇനി ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ വരുണിനോട് പറയുന്നുണ്ട് ഇനി എന്തായാലും ഇങ്ങനെ കാത്തിരുന്നിട്ട് കാര്യമില്ല, ഇനിയും കാത്തിരുന്നാൽ വേണമെങ്കിൽ എല്ലാം മനസ്സിലാക്കി വരുമ്പോഴേക്ക് കമ്പനി അങ്ങ് തകർന്നു പോയിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെ സംഭവിക്കാൻ പാടില്ല, നമ്മൾ ഇതുവരെ കഷ്ടപ്പെട്ട് കൂട്ടി വെച്ചതൊന്നും അങ്ങനെ നഷ്ടപ്പെടുത്താൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഈ വരുണിനോട് അച്ഛൻ അങ്ങ് ഉപദേശം കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി വരുണ് ആ ബെഞ്ചമിൻ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കില്ലായിരിക്കും എന്നൊക്കെ നമുക്ക് അങ്ങ് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ രാധിക നേരെ നമ്മുടെ
ശ്യാമയുടെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ അമൃതേടത്തിയാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ അമൃതേടത്തിനോട് പറയുന്നുണ്ട്, അല്ല അമ്മ ഉണ്ട് അവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടെ ഉണ്ടല്ലോ എന്തേ എന്നൊക്കെ ഇങ്ങനെ ഇവരോട് അങ്ങ് കുശലം ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, അതെ എനിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്, അമ്മ അവിടെ തന്നെ ഉണ്ടാവണം, ഞാനിപ്പോൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ അമൃതേടത്തിക്ക് ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നുകയാണ്, എന്തായിരിക്കും ആ സർപ്രൈസ് എന്നൊക്കെ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഈ സർപ്രൈസ് എന്നൊക്കെ പറയുമ്പോൾ അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞു തന്നാൽ പിന്നെ അതൊരു സർപ്രൈസ് ആകുമോ, കാണുമ്പോഴല്ലേ സർപ്രൈസ് കാണൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ ഫോൺ വെക്കാണ്. അപ്പോൾ ശ്യാമ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് ആരാണ് എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ അതെ മോളായിരുന്നു, മോള് എന്തോ ഒരു സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറയാന്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, എന്തായാലും അവൾ അമ്മനെ എങ്ങനെ സ്നേഹിക്കണം എന്ന് അവൾക്ക് അറിയാഞ്ഞിട്ട് ഓരോന്ന് ചെയ്ത് കൂട്ടാണ്, അപ്പോൾ എനിക്കും മകളെ അങ്ങ് സ്നേഹിക്കണ്ടേ, അതുകൊണ്ട് ഞാനും അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരും അങ്ങ് പോവുകയാണ്. പിന്നെ നമ്മുടെ ആറ്റുവാശ്ശേരിയിൽ പ്രിയങ്കയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. അപ്പോൾ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ചെക്ക് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ആ ഒരു 25 കോടി അവളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അങ്ങ് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് എന്നുള്ള ആ ഒരു മെസ്സേജാണ് കാണുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് അവൾ അങ്ങ് തുള്ളി ചാടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി എന്തിനാണ് തുള്ളി ചാടുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് അവളോട് അടുത്തേക്ക് അങ്ങ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, മുത്തശ്ശി ഈ 25 കോടി എൻ്റെ അക്കൗണ്ടിൽ എത്തി എന്നൊക്കെ അങ്ങനെ പറയണം. അത് കേട്ട് സത്യമാണ് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് തുള്ളിച്ചാടണേ. 25 കോടിയൊന്നും ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്തവർ, 1 കോടി പോലും കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളാണ് അത്രയും വലിയൊരു എമൗണ്ട് കയ്യിൽ വന്നപ്പോൾ അങ്ങ് തുള്ളിച്ചാടാണ്. അപ്പോൾ ഇവർക്ക് ഇനി ആ പണം വെച്ച് എന്താ ചെയ്യേണ്ടതെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഇവർ പറയണ്ടേ, മോളെ നമുക്ക് ഈ പണം വെച്ചിട്ട് ഇനി ബാങ്കിലിട്ടാൽ ആ 25 കോടിക്ക് നല്ല പലിശ കിട്ടും, ആ പലിശ കൊണ്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്കയുടെ ഒരു അത്യാഗ്രഹം അങ്ങ് വരികയാണ്. എൻ്റെ അമ്മേ, ഈ 25 കോടി എറിഞ്ഞ് നമുക്ക് ഈ 25 കോടി 200 കോടിയാക്കണം, അതുകൊണ്ട് ബാങ്കിലിടണ്ട, അത് പലിശ മാത്രം വെച്ചിട്ട് അങ്ങ് ജീവിക്കണ്ട, വലിയൊരു എമൗണ്ടിൽ തന്നെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെയാണ് ഈ പ്രിയങ്ക പറയുന്നത്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനങ്ങ് സമ്മർദ്ദം കൊടുക്കുകയാണ്. ആ പ്രിയങ്ക പറയുന്നുണ്ട്, എന്തായാലും സിനിമ ഫീൽഡും വിടണ്ട, ഞാൻ ഇനി സിനിമയിൽ അഭിനയിച്ച് വലിയൊരു സിനിമാ നടിയാകും, എന്നിട്ട് അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു സംരംഭം തുടങ്ങും, അപ്പോൾ ആളുകളൊക്കെ അറിയാൻ പോകും, കാരണം വലിയൊരു സെലിബ്രിറ്റിയുടെ സംരംഭമല്ലേ, അപ്പോൾ ഈ മീഡിയക്കാർ എല്ലാം അതങ്ങ് റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഒരു ഫേമസ് ആക്കി തന്നോളൂ, അപ്പോൾ ആ ഒരു കമ്പനി നല്ല വളർന്നു വരും, എന്നിട്ട് ആ വലിയ കമ്പനി നമ്മുടെ ഈ കണിമംഗലം ഗ്രൂപ്പിനെക്കാട്ടിലും അങ്ങ് വളരണം, അവരെക്കാട്ടിലും വളർന്ന് അവരുടെ മേലെ എത്തണം, അതാണ് എനിക്ക് വരുണിനോടുള്ള പ്രതികാരം ചെയ്യാനുള്ള ഏക വഴി എന്നൊക്കെ ഇങ്ങനെ ഇവൾ എങ്ങനെ വരുണിനോട് ഇനി പ്രതികാരം ചെയ്യാന്നുള്ള രീതി അങ്ങ് പറയാണ്. അപ്പോൾ ഈ മുത്തശ്ശി ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്, എൻ്റെ മോളെ നിനക്ക് വലിയ ബുദ്ധിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അങ്ങ് പുകഴ്ത്തുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, എന്നിട്ട് വലിയൊരു സംരംഭം തുടങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ മുന്നിൽ തന്നെ ഞാൻ എൻ്റെ മുത്തശ്ശിനെ ഇരുത്തും, എൻ്റെ മുത്തശ്ശിയായിരിക്കും അവിടുത്തെ ഏറ്റവും വലിയ റോളിനോള് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശിനെയും അവരങ്ങ് കൂടെ നിർത്തി അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ എന്തൊക്കെയോ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആ 25 കോടി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ 25 കോടി ഇനി ഏത് വഴിക്കാണ് പോകുമെന്നൊക്കെ നോക്കി കാണാം. ഇവരുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ആ ഒരു 25 കോടി അവരുടെ കയ്യിൽ നിന്ന് പോകാനുള്ള എല്ലാ വകുപ്പുകളും കാണുന്നൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ശ്യാമയുടെ അടുത്തേക്ക് അങ്ങനെ രാധിക സർപ്രൈസായിട്ട് വന്നിരിക്കുകയാണ്. ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ ഇവൾ അവിടെ മുന്നിൽ നിൽക്കുന്നത് കണ്ടിട്ട് നമ്മുടെ അമൃതേടത്തി പറയുന്നുണ്ട്, അല്ല നീ സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ സർപ്രൈസ് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇവൾ ആ ഒരു ഭക്ഷണത്തിൻ്റെ ആ ഒരു പാത്രമൊക്കെ കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സർപ്രൈസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അമൃതേടത്തി അറിയണ്ട, ഇത് നീ മുന്നേ കൊണ്ടുവന്നതല്ലേ, അപ്പോൾ ഇതിലാണ് അപ്പോൾ സർപ്രൈസ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അന്നൊക്കെ ഞാൻ ഫിദാ മേഡത്തിൻ്റെ രൂപത്തിലുള്ളവർക്കല്ല ഭക്ഷണം കൊടുത്തത്, പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ സ്വന്തം അമ്മയുടെ രൂപത്തിൽ തന്നെ ഭക്ഷണം കൊണ്ടുവരുന്നിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ അവരങ്ങ് പറയാണ്. അപ്പോൾ ഇവൾക്ക് അത് കേട്ടിട്ട് ഒരു ചെറിയൊരു അമൃതേടത്തിക്ക് ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട്, കാരണം അവൾ എത്രയോ ഒരു സ്നേഹപ്രകടനമൊക്കെ അമൃതേടത്തി അങ്ങ് സന്തോഷിക്കുന്നുണ്ട്. അപ്പം വീടിനകത്ത് വന്ന് അങ്ങ് നോക്കുന്ന സമയത്ത് അമ്മയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് നോക്കുന്ന സമയത്ത് ഈ ശ്യാമയുടെ വേഷത്തിൽ നിന്ന് മാറി ആ ഫിദയുടെ ആ ഒരു പർദ്ദയൊക്കെ ഇട്ട് അങ്ങ് നിൽക്കുന്നുണ്ട് ശ്യാമ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് രാധിക ഇതെന്ത് വേഷം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ മോളെ എനിക്കൊരു സർപ്രൈസ് തന്നല്ലേ, അതുകൊണ്ട് ഞാനും തിരിച്ചൊരു സർപ്രൈസ് തരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്യാമ അങ്ങ് വരുന്നത്. അപ്പോൾ ശ്യാമൻ ഇവളോട് പറയുന്നുണ്ട്, മോളുടെ അമ്മനെ മോള് എത്രയും പെട്ടെന്ന് കണ്ടെത്തട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കൃഷ്ണനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആ ഒരു ഫിദയുടെ രൂപത്തിൽ അങ്ങ് അഭിനയിക്കാൻ പോവാണ് ശ്യാമ. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, അല്ല കൃഷ്ണനോട് പ്രാർത്ഥിക്കുക അത് അത്രയ്ക്ക് അങ്ങ് ശരിയല്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയാണ്. കാരണം ഈ ഫിദാമയുടെ എന്തിനാ കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള രീതിയിൽ ആ പണ്ട് കഴിഞ്ഞു പോയിരുന്ന ആ ഒരു ഡയലോഗ് അവൾ വീണ്ടും അങ്ങ് റിപ്പീറ്റ് അടിക്കുകയാണ്. അപ്പോൾ ഈ ഫിദ പറയുന്നുണ്ട്, അത് കഴിഞ്ഞാൽ ശ്യാമ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ ഇഷ്ടമായി എനിക്കും അങ്ങ് ഇഷ്ടമായതാണ് എന്നൊക്കെ ഇങ്ങനെ ഫിദ ഒക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങ് ആ ഒരു പഴയ രൂപത്തിൽ
അതിലുള്ള ആ ഡയലോഗുകളൊക്കെ ഒന്ന് വീണ്ടും അങ്ങനെ ഓർക്കുകയാണ്. എന്തായാലും അവരൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഈ അമൃതേടത്തി ഇങ്ങനെ ഓരോ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ആസ്വദിച്ച് അങ്ങ് കഴിക്കുകയാണ് ഈ രാധികയുടെ ആ ഭക്ഷണം. അപ്പോൾ ഈ അമൃതേടത്തി പറയുന്നുണ്ട്, അല്ല നീ എന്നെ ഇങ്ങനെ അമൃതേടത്തി എന്നൊക്കെ വിളിച്ചിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം നിനക്ക് ശ്യാമേനെ ഈ അമ്മ എന്ന് വിളിക്കുമെങ്കിൽ നിനക്ക് വല്യമ്മ എന്നൊക്കെ വിളിച്ചുകൂടെടി എന്നൊക്കെ ഇങ്ങനെ അവരോട് അങ്ങ് പറയുന്നൊക്കെ ഉണ്ട്. എന്തായാലും അവരുടെ ആ ഒരു കൊച്ചു വർത്തമാനത്തിലൊക്കെ അങ്ങനെ എന്തായാലും എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫിദ മാഡത്തിൻ്റെ രൂപത്തിൽ അവൾക്കൊരു സർപ്രൈസ് കൊടുത്ത് എന്നുള്ള ആ ഒരു രീതിയിലാണ് എന്തായാലും എപ്പിസോഡ് എന്തായാലും ഇന്നത്തെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഇനി എന്തൊക്കെയാണ് കാണാൻ പോകുന്നത്, ഇനി ആ ഒരു 25 കോടി എങ്ങനെ പോകും, എന്തായാലും പ്രിയങ്കയുടെ ക്യാരക്ടർ വെച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് പോകാനാണ് ചാൻസ്. പക്ഷേ ഈ മുത്തശ്ശി പറഞ്ഞ നല്ലൊരു ഐഡിയ ആയിരുന്നു. ആ ഒരു വലിയ ചേച്ചി തന്നെ സുഖമായിട്ട് ജീവിക്കായിരുന്നു. പക്ഷെ അവർ അത്രയും അത്യാർത്ഥി കാരണം അവൾ ആ 25 കോടി ഉപയോഗിച്ച് അങ്ങ് ചിലവാക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ് ആ പണം പോകുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ആൾ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നാളെ കാണാം.